ഹലോ ഗീസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കട്ടകട വിസ്മയം എന്ന് പറഞ്ഞ ഗീസ്. അപ്പം നമ്മൾ അവിടെ നേരെ ചായ കുടിക്കാൻ പോയി ഗീസ്. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഗീസ്. അവിടെ നല്ല ചായ കുടിച്ച് ഗീസ്, കൊള്ളാം, അത്യാവശ്യം കൊള്ളാം ഗീസ്. നേരെ അവിടെ നമ്മൾ ഇതാണ് ഗീസ് ഐ ലവ് കാട്ടാക്കട എന്ന് പറയുന്നത് ഗീസ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പാർക്കുണ്ട്, അതേപോലെ തന്നെ ഹോട്ടലും ഹൈപ്പർ മാർക്കറ്റും ഒരുമിച്ചാണ് ഗീസ്. അപ്പം ഇവിടെ പാർക്കൊക്കെ ഉണ്ട് ഗീസ്. അതേപോലെ തന്നെ ഇവിടെ ഒട്ടക, പക്ഷി, മറ്റേ തത്ത, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം ഗീസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടക പക്ഷിയാണ് ഗീസ് കാണുന്നത് ഗീസ്. ഇവൻ എന്തെങ്കിലും ഇങ്ങനെ താഴ്ത്തി വെച്ചിങ്ങനെ അറിഞ്ഞൂടെ ഗീസ്. ഇത് പുതിയതായിട്ട് ഒന്നതാണ് ഗീസ്, എന്നാലും കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഗീസ്. പിന്നെ അതും കണ്ട് നമ്മൾ നേരെ പോയപ്പോഴാണ് ഗീസ് ഇവിടെ ഒരുത്തൻ നിൽക്കുന്നത് ഗീസ്. ഇവിടെ 2-3 പേരല്ല, എന്നാലും കുറച്ച് പേരുണ്ട് ഗീസ്. പിന്നെ ഗീസ് ഇതാണ് പാർക്ക് ഗീസ്. കൊച്ചുകുട്ടികൾക്കാണ് കളിക്കേണ്ട ഗീസ്. എന്നെ പോലത്തെ മുതുക്കന്മാർക്കൊന്നും കയറി കളിക്കാനൊന്നും പറ്റത്തില്ല ഗീസ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ അങ്ങോട്ട് കാണിക്കത്ത് ഗീസ്. നേരെ പോയൊരു തത്തയാണ് ഗീസ്. ഇവനും അതിൻ്റെ അപ്പുറത്തുള്ള ഒരാളും കൂടെ ഉണ്ട് ഗീസ്. ഇവർ കപ്പിൾസ് ഒന്നും തോന്നുന്നു ഗീസ്. ഇവരെന്തായാലും അടി വെച്ചിട്ട് ഇവർ പിരിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗീസ്. എന്തായാലും അവരുടെ ജീവിത പ്രശ്നമില്ല ഗീസ്, നമ്മളതിൽ തല കിട്ടുന്നില്ല ഗീസ്. നേരെ നമ്മൾ പോയപ്പോൾ ഒരു തത്തയാണ് ഗീസ് ഇരിക്കുന്നത്. ആ തത്തയെടുത്ത് നമ്മൾ അടുത്തിരുന്ന തത്തയും കൂടെ ഗീസ് വന്നിട്ട് എനിക്കും കൂടെ ഹായ് തരണമെന്ന് പറഞ്ഞു ഗീസ്. നേരെ അവനും കാണിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത തത്തയെ കാണാൻ പോയി ഗീസ്. അടുത്ത തത്തയാണെങ്കിൽ ഗീസ്, ഇത് തത്തയാണെന്ന് എനിക്കറിയില്ല ഗീസ്. പ്രാവിനെ പോലെ ഇരിക്കുന്നത്, എന്നാലും തത്തേനെ പോലെ തന്നെയാണ് ഗീസ് ഇരിക്കുന്നത്. അതിൻ്റെ കളറില്ലെന്നേ ഉള്ളൂ ഗീസ്. ഇവരും കപ്പിൾസായിരിക്കും ഗീസ്, ഇവരും പിണങ്ങിയിരിക്കുന്നതായിരിക്കും ഗീസ്. നമുക്ക് അറിഞ്ഞൂടി ഗീസ്. ഇത്രയും വർഷം കൊണ്ടിരിക്കുന്ന എല്ലേടേ നിങ്ങളൊക്കെ ഫുഡ് തന്നെന്ന് ചോദിച്ചപ്പോൾ ഗീസ് 2 പേരും പിണക്കത്തിലാണെന്നായതുകൊണ്ടാണ് എൻ്റെ അടുത്ത് റിപ്ലൈ പറയാത്ത ഗീസ്. എന്തായാലും അപ്പുറത്തുള്ളവന്മാർ എന്തായാലും നല്ല കൊഞ്ചുകൊഴിലാണ് ഗീസ്. അത് കഴിഞ്ഞ് നല്ലൊരു തത്ത ഗീസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗീസ്. എൻ്റെ ആ ഒരു ചിറകിൻ്റെ അവിടെയുള്ള റെഡും, അതുപോലെ തന്നെ എൻ്റെ ആ ഒരു വാ കണ്ടില്ല ഗീസ്, റെഡ്. പിന്നെ ഗീസ് നമ്മൾ അവിടെ തിരിച്ച് ഗീസ്, ആ ഒരു തത്തയും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ചെയ്തു. നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ പ്രാവിപ്പോയി ഗീസ്. അപ്പയും നമ്മളെ ഇത് തുടരെ സിനിമയിൽ പാട്ടും കിട്ടാൻ നടന്നു വരുന്നുണ്ട് ഗീസ്. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ്, എൻ്റെ കിനാവാണ്, എന്തിനും നീയാണ്.